നമുക്ക് ഋതുയോഗം എന്ന പാഠത്തിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. എന്താ പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ആശ്രമത്തിലെ കുസൃതി കാണിച്ച് സിംഹക്കുട്ടിയുടെ സടപിടിച്ച് വലിക്കുകയുമൊക്കെ ചെയ്യുന്ന ഒരു ബാലൻ, ആ ബാലനെ ശാസിച്ച് മര്യാദയ്ക്ക് നിർത്താൻ വേണ്ടി താപസിമാർ ശ്രമിക്കുന്നുണ്ട്. അവൻ അനുസരണക്കേട് കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ ആ താപസ ബാലനെ രാജാവ് കാണുന്നു. ആ രാജാവ് ആ കുട്ടിയെ കാണുമ്പോൾ എരിയാൻ വിറകിന് കാത്തു നിൽക്കുന്ന ഒരു തീപ്പൊരിക്ക് തുല്യമായി രാജാവ് ആ കുട്ടിയെ കാണുകയാണ്. അപ്പോൾ ഇങ്ങനെ താപസിമാർ ഈ കുട്ടിയെ ശാസിച്ച് നിർത്താൻ അടക്കാൻ ശ്രമിച്ചിട്ടും കുട്ടി കേൾക്കുന്നില്ല. ഒടുവിൽ അവനെ സിംഹക്കുട്ടി ഉപദ്രവിക്കരുതെന്നും പകരം കളിക്കാൻ മറ്റൊരു സാധനം തരാമെന്നും താപസിമാർ പറയുന്നു. എന്നാൽ തരൂ എന്ന് പറഞ്ഞ് കുട്ടി കൈകൾ നീട്ടുകയാണ്. അങ്ങനെ കുട്ടി കൈ നീട്ടുമ്പോൾ ആ കൈയിലേക്ക് നോക്കിയ രാജാവിന് കുട്ടിയുടെ കയ്യിൽ ചക്രവർത്തിയുടേതായ ലക്ഷണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. എന്തൊക്കെയാണ് ചക്രവർത്തി ലക്ഷണം എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. അപ്പോൾ ആ ചക്രവർത്തി ലക്ഷണം കണ്ട് രാജാവ് അത്ഭുതപ്പെടുകയാണ്. അടുത്തിനി ശ്ലോകത്തിലേക്ക് നമുക്ക് നോക്കാം. കളിക്കോപ്പേൽക്കാനായി കുതുകമൊടു നീട്ടിയിടിനകരം വിളക്കി ചേർത്തോണം വിരൽ നിര ഞെരുങ്ങിത്തൊടുകയാൽ വിളങ്ങുന്നു രാഗം വൃഷമെഴും ഉഷസ്സിൽ ദലകുലം തെളിഞ്ഞിടാതൊന്നായി വിടരുമൊരു തണ്ടാർ മലരുപോൽ. കളിക്കോപ്പേൽക്കാനായി, കളിക്കോപ്പ് കളിപ്പാട്ടം, കളിപ്പാട്ടത്തിന് വേണ്ടി കളിക്കോപ്പിന് വേണ്ടി കുതുകത്തോടുകൂടി കൗതുകത്തോടുകൂടി നീട്ടിയ കൈ വിളക്കി ചേർത്തോണം വിരൽ നിര ഞെരുങ്ങി തൊടുകയാൽ. വിളക്കി ചേർത്തോണം, വിളക്കി ചേർക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടിച്ചു വെക്കുക. ഒട്ടിച്ചു വെച്ചതുപോലെ വിരലുകൾ ഞെരുങ്ങി തൊട്ടിരിക്കുന്നു. എങ്ങനെ? കളിക്കുന്നതിന് വേണ്ടി കുട്ടി കൈപ്പത്തി നീട്ടി. ആ നീട്ടിയ കൈയിലേക്ക് രാജാവ് നോക്കിയപ്പോൾ രാജാവ് കണ്ടത് ആ കുട്ടിയുടെ കയ്യിലെ വിരലുകളൊക്കെ ഇങ്ങനെ ഞെരുങ്ങി ചേർന്ന് ലക്ഷണയുക്തമായി കാണുകയാണ്. അങ്ങനെയുള്ള ആ കൈയെ ഏതിനോടാണ് കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? ആ കൈ എങ്ങനെയാണ് എന്നാണ് പറയുന്നത്? എങ്ങനെയാ പറയുന്നത്? വിളങ്ങുന്നു, ശോഭിക്കുന്നു, തിളങ്ങുന്നു. ഏതുപോലെ? രാഗം വൃഷമെഴും ഉഷസ്സിൽ. രാഗം എന്ന് പറഞ്ഞാൽ ചുമപ്പ് എന്നർത്ഥം. രാഗത്തിന് വേറൊരർത്ഥമുണ്ട്, സ്നേഹം എന്ന്. ഇവിടെ ചുമപ്പ് എന്നർത്ഥം എടുക്കുക. വൃഷം ഏറ്റവും, വൃഷം രാഗമെഴും ഉഷസ്സിൽ. അങ്ങനെ അന്വയിക്കുക. ഏറ്റവും ചുമപ്പ് നിറഞ്ഞ പ്രഭാതത്തിൽ ദലകുലം തെളിഞ്ഞിടാതൊന്നായി വിടരുമൊരു തണ്ടാർ മലരുപോൽ. ദലകുലം, ദലം ഇതളുകൾ നന്നായി വിടരാത്ത ഒരു താമരപ്പൂവ് പോലെ എന്നാണ്. അപ്പോൾ ആ കുട്ടിയുടെ കൈ ഏതുപോലെയാണ്? നന്നായി ചുമന്ന പ്രഭാതത്തിൽ ഇതളുകൾ പൂർണ്ണമായും വിടർന്നു വരാത്ത ഒരു താമരപ്പൂവ് പോലെയാണ് കുട്ടിയുടെ ഈ കൈ എന്നാണ്. അപ്പൊ ഞാൻ ആ ശ്ലോകത്തിന്റെ അർത്ഥം ഒരിക്കൽ കൂടി പറയാം. കളിക്കോപ്പ് വാങ്ങുന്നതിനു വേണ്ടി താല്പര്യപൂർവം നീട്ടിയ കൈയിൽ വിരലുകൾ ഒട്ടിച്ചു വച്ചതുപോലെ ചേർന്നിരിക്കുന്നതിനാൽ നന്നായി ചുമന്ന പ്രഭാതത്തിൽ ഇതളുകൾ വ്യക്തമായി വിടരാത്ത ഒരു താമര പൂവ് പോലെയാണ് എന്നാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ കൈയിനെ എങ്ങനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു? ഇവിടെ പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ വരികളിലെ കാവ്യഭംഗി എഴുതുക എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പൊ ഇവിടെ കുട്ടി കൈകൾ നീട്ടുന്നത് പ്രഭാതത്തിലാണ്. ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് പ്രഭാതത്തിലാണ്. ആ പ്രഭാതം നന്നായി ചുമന്നതാണ്. ആ പ്രഭാതം, ആ ചുമന്ന പ്രഭാതത്തിൽ ഈ കൈ നീട്ടി നിൽക്കുന്ന ഈ കുട്ടിയുടെ കൈയെ കണ്ടാൽ നന്നായി ചുമന്ന ഒരു പ്രഭാതത്തിൽ ഇതളുകൾ പൂർണ്ണമായും വിടർന്നു വരാത്ത താമരപ്പൂവ് പോലെ തോന്നുന്നു എന്നാണ്. അപ്പോൾ ആ സാദൃശ്യത്തിന്റെ ഭംഗി മനസ്സിലാക്കണം. അപ്പൊ ഇത് കാവ്യഭംഗി എഴുതാൻ വേണ്ടി ചോദിക്കും, അത് എഴുതുകയും വേണം. അപ്പോൾ തുടർന്ന് നോക്കാം. രണ്ടാം താപസി. സുവ്രതേ, ഇവൻ വാക്കുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നവനല്ല. ഇവനോട് സുവ്രത മറ്റൊരു താപസിയുടെ പേരാണ്. സുവ്രത എന്ന പദത്തിന്റെ അർത്ഥം നല്ല വ്രതനിഷ്ഠയുള്ളവൾ എന്നർത്ഥമുണ്ട്. അതായത് സുവ്രതേ, യവനോട് നമ്മൾ വാക്ക് പറഞ്ഞു, കാര്യം പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അവൻ തൃപ്തിപ്പെടില്ല. അവൻ എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞാൽ അത് കൊടുത്തിരിക്കണം. അതുകൊണ്ട് നീ എൻ്റെ പർണശാലയിൽ ചെന്ന് മാർക്കണ്ഡേയന്റെ ചായം തേച്ച മൺമയിലിനെ എടുത്തുകൊണ്ട് വരും. അവനോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല.
നീ അതുകൊണ്ട് ചെന്നിട്ട് എൻ്റെ പർണശാല ആശ്രമത്തിൽ ചെന്നിട്ട് മാർക്കണ്ഡേയൻ മറ്റൊരു താപസനാണ്, താപസ ബാലനായിരിക്കാം. മാർക്കണ്ഡേയന്റെ ചായം തേച്ച മൺമയിലിനെ എടുത്തുകൊണ്ട് ഒരു മണ്ണിലുണ്ടാക്കിയ മയിൽ എന്നർത്ഥം. ഒന്നാം താപസി അങ്ങനെ തന്നെ പോയി, ശരി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അവർ പോയി. ബാലൻ അതുവരെ ഞാൻ ഇവനെ കൊണ്ട് തന്നെ കളിക്കും എന്ന് താപസിയെ നോക്കിച്ചിരിക്കാം. അത് കൊണ്ടുവരുന്നേരം ഞാൻ ഇത് വെച്ച് തന്നെ കളിക്കും എന്ന് പറഞ്ഞ് താപസിയെ നോക്കി ഒന്ന് ചിരിക്കുകയാണ് ബാലൻ. അടുത്ത രാജാവ്, ഈ ദുസാമർഥ്യക്കാരൻ കുട്ടിയോട് എനിക്ക് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നുന്നു. അപ്പോൾ ഇവൻ ഈ രാജാവിനെ നോക്കിയപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ദുസാമർഥ്യം കാണിക്കുകയാണ്. പക്ഷെ എങ്കിൽ അവൻ കാണിക്കുന്നത് ദുസാമർഥ്യമാണെങ്കിലും രാജാവിന് ഒരു വല്ലാത്ത അടുപ്പം, ഒരു വല്ലാത്ത ഇഷ്ടം ഈ കുട്ടിയോട് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഒരു വല്ലാത്ത സ്നേഹം ഈ കുട്ടിയോടുണ്ടാവുന്നു എന്നാണ്. പല്ലിൻമൊട്ടുകൾ ഹേതുവന്യേ ചിരിച്ചൽപ്പം തെളിച്ചും രസിച്ചുല്ലാസത്തോടു ചൊല്ലിയും ചില വചസ്സവ്യക്തമുക്താക്ഷരം അംഗത്തിൽ കുതുകത്തോടേറി അമരും ബാലന്റെ പൂമേനിമേൽ തങ്കും പങ്കം അണിഞ്ഞിടുന്നു സുഹൃതം ചെയ്തോരു ധന്യം ജനം. അവ്യക്ത മുഗ്ധാക്ഷരം, അവ്യക്തം വ്യക്തമല്ലാത്തതും മുഗ്ധം മനോഹരവുമായ അക്ഷരത്തിൽ ചില വചസ് വാക്ക്. ഈ കൊച്ചു കുട്ടികളൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് വ്യക്തമല്ലായിരിക്കും. മാത്രമല്ല അവരിങ്ങനെ അർത്ഥമില്ലാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. അതല്ലേ കൊച്ചു കുട്ടികളൊക്കെ ചെയ്യുന്നത്. ചുമ്മാ അവർ തോന്നുന്നത് പോലെ ഇങ്ങനെ വ്യക്തമായ അർത്ഥമൊന്നുമില്ലാത്ത, ആശയങ്ങളില്ലാത്ത, വാക്കുകൾ പോലും വ്യക്തമല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഇവിടെയും അങ്ങനെ തന്നെയാണ്. എങ്ങനെ? പല്ലിൻമൊട്ടുകൾ മൊട്ടുപോലെയുള്ള പല്ലുകൾ. ഏത് മൊട്ടുകളാണ്? പല്ലിനെ നമ്മൾ സാദൃശ്യപ്പെടുത്താൻ പറ്റിയ മൊട്ട് മുല്ലമൊട്ട് പോലെയുള്ള പല്ലുകൾ കാരണമൊന്നുമില്ലാതെ ചിരിച്ചു പുറത്ത് കാണിച്ച്. ഹേതു എന്നെ കൂടാതെ കാരണമില്ലാതെ പല്ലിൻമൊട്ടുകൾ പുറത്ത് കാണിച്ച് ചിരിച്ചും തെളിഞ്ഞും രസിച്ചും അല്പം മധുരമായി അവ്യക്തമായി ചില വാക്കുകൾ ഉച്ചരിച്ചും അംഗത്തിൽ കുതുകമോടേറി അമരും ബാലന്റെ അംഗം യുദ്ധം നടത്തുന്നുണ്ട്. ഇവിടെ യുദ്ധമല്ല, മടിത്തട്ട്. അംഗത്തിൽ മടിയിൽ കൗതുകത്തോടുകൂടി കൗതുകപൂർവം കയറിയിരിക്കുന്ന ബാലന്റെ പൂമേനി പൂ പോലെയുള്ള ശരീരം. ഇവിടെ ബാലനെ മനോഹരമായ ശരീരത്തെ പൂവിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. പൂമേനി പൂ പോലെയുള്ള മേനി. പൂമേനിയിൽ തങ്കുക പറ്റിയിരിക്കുക, പറ്റിപ്പിടിച്ചിരിക്കുന്ന പങ്കം ചളി. ഇവിടെ പൊടി എന്നർത്ഥം എടുക്കുക. പങ്കം അണിയുന്നു സുഹൃതം ചെയ്ത ഒരു ധന്യം ജനം. സുഹൃതം പുണ്യം ചെയ്ത ശ്രേഷ്ഠരായ ജനം, ശ്രേഷ്ഠരായ ആളുകൾ ഇവന്റെ ശരീരത്തിൽ പറ്റിയിരിക്കുന്ന പൊടിയെ ഏൽക്കുന്നു എന്നാണ്. എങ്ങനെ? ഒരിക്കൽ കൂടി ഞാൻ ഒരുമിച്ച് ശ്ലോകാർത്ഥം പറയാം. കാരണമില്ലാതെ ചിരിച്ച് കുരുന്നു പല്ലുകൾ അല്പം പുറത്തു കാണിച്ചും അവ്യക്തമായതും മധുരവുമായ അക്ഷരത്തോടു കൂടിയ ചില വാക്കുകൾ പറഞ്ഞും മടിയിൽ കയറിയിരിക്കുന്ന ഈ ബാലന്റെ ശരീരത്തിൽ പറ്റിയിരിക്കുന്ന പൊടിയേൽക്കുന്ന പിതാവ് പുണ്യം ചെയ്ത ആളാണ്, പുണ്യം ചെയ്ത ജനമാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയാം. കാരണമില്ലാതെ ചിരിച്ച് കുരുന്നു പല്ലുകൾ അല്പം പുറത്ത് കാണിച്ചും അവ്യക്തമായതും മധുരവുമായ അക്ഷരത്തോടു കൂടിയ ചില വാക്കുകൾ പറഞ്ഞും മടിയിൽ കയറിയിരിക്കുന്ന ഈ ബാലന്റെ ശരീരത്തിൽ പറ്റിയിരിക്കുന്ന പൊടിയേൽക്കുന്ന പിതാവ് പുണ്യം ചെയ്ത ജന്മമാണ്. അതായത് ഈ കൊച്ചുകുട്ടികളൊക്കെ ഇങ്ങനെ ചിരിച്ച് രസിച്ച് അവ്യക്തമായ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കും കൊച്ചുകുട്ടികൾ. അങ്ങനെയുള്ള കുട്ടികൾ, ആ കുട്ടികളെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ കണ്ട് വളരെ സ്നേഹത്തോടു കൂടി എടുത്ത് മടിയിലൊക്കെ ഇരുത്താറുണ്ട്. അല്ലെങ്കിൽ ഇവർ ഓടി വന്ന് അച്ഛൻ്റെ അമ്മയുടെയൊക്കെ മടിയിൽ കയറിയിരിക്കാറുണ്ട്. അങ്ങനെ കയറിയിരിക്കുമ്പോൾ ഈ കൊച്ചുകുട്ടികളല്ലേ, അവർ കളിച്ചുമൊക്കെ വരുമ്പോൾ ശരീരത്തിലൊക്കെ ഇങ്ങനെ നിറച്ച് പൊടിയൊക്കെ പറ്റിയിരിക്കും.
ഈ പൊടിയൊന്നും തുടക്കുകയൊന്നുമല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. അച്ഛനും അമ്മയും കണ്ട ഉടനെ സ്നേഹത്തോടു കൂടി ഓടി ഒന്ന് മടിയിൽ കയറി ഇരിക്കുകയില്ലേ? അങ്ങനെ കയറി ഇരിക്കുമ്പോൾ, മടിയിൽ കയറി അവർ ഇരുന്നാൽ ആ പൊടി ശരീരത്തിൽ കേൾക്കാൻ കഴിയുന്നത് അത് ശ്രേഷ്ഠമാണ്. അങ്ങനെ ഏൽക്കുന്ന പിതാവ് സുഹൃതം ചെയ്തയാളാണ്, പുണ്യവാനാണ് എന്നാണ്. അതായത് ഇവിടെ ഒരു പിതാവ് സ്വന്തം മകനെ ലാളിക്കാനും അവന്റെ ശരീരത്തിലെ അഴുക്ക് സ്വന്തം ശരീരത്തിൽ ഏൽക്കാനും കഴിയുന്നത് പുണ്യം ചെയ്ത ഒരു പിതാവിന് മാത്രമേ കഴിയൂ. ശ്രേഷ്ഠനായ ഒരാളിന് മാത്രമേ അത്തരത്തില് ഒരു പുത്രസ്നേഹവും പുത്രവാത്സല്യവും പുത്രനെ ലാളിക്കാനൊക്കെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത് പുണ്യവാനായ ആളിന് മാത്രമായിരിക്കും എന്നാണ്. ഇവിടെ രാജാവിന് അങ്ങനെ മക്കളില്ലല്ലോ. മക്കളില്ല എന്നതിന്റെ വിഷമം ആണ് രാജാവിലൂടെ പ്രകടമാകുന്നത്. ഈ വാക്കുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് തനിക്ക് അങ്ങനെയുള്ള ഒരു ഭാഗ്യമില്ലല്ലോ, സ്വന്തം മകനെ മടിയിലിരുത്തി ലാളിക്കാനുള്ള ഒരു ഭാഗ്യമില്ല, തനിക്ക് മകനില്ലല്ലോ എന്നുള്ള ഒരു വിഷമമാണ് ഈ രാജാവിന്റെ വാക്കിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്, കാണാൻ കഴിയുന്നത് എന്നാണ്. ശരി, എന്നാ ബാക്കി നോക്കും. താപസി ആകട്ടെ, ഇവൻ എന്നെ കൂട്ടാക്കുന്നില്ല, ഇരുപുറവും തിരിഞ്ഞു നോക്കിയിട്ട് ഇവനോട് എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ട് അവൻ അനുസരിക്കുന്നില്ലല്ലോ. എന്നിട്ട് രണ്ടു പുറവും ഇങ്ങനെ തിരിഞ്ഞു നോക്കണം, ആരെങ്കിലും അവിടെ നിൽക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. ആരാ അവിടെ ഋഷികുമാരന്മാരായുള്ളത്? ഋഷികുമാരന്മാരായിട്ടുള്ള ആരാണ് അവിടെ ഉള്ളത്? ആരാ ഋഷികുമാരന്മാരുള്ളത്? അപ്പൊ നോക്കിയപ്പോ കാണാം ആര് നിൽക്കുന്നു? രാജാവ് നിൽക്കുന്നു. രാജാവിനെ കണ്ടിട്ട്, ഭദ്ര ഇങ്ങോട്ടൊന്ന് വരണേ, ഇത് ഇങ്ങോട്ട് വരണേ, ഒന്ന് ഇങ്ങോട്ട് സഹായിക്കൂ. ഇതാ ഇവൻ കളിയായിട്ട് സിംഹക്കുട്ടിയെ മുറുകെ പിടിച്ച് വലിച്ചുപദ്രവിക്കുന്നു, ഒന്ന് വിടിയിക്കണേ. ഇതാ ഇവൻ കളിയായിട്ട് സിംഹക്കുട്ടിയെ ഉപദ്രവിക്കുകയാണ്, ഒന്ന് ഇവനെ അതിൽ നിന്ന് വിടിയിക്കണേ. ഇപ്പൊ രാജാവിന് ഇവിടെ രാജാവിന് കുട്ടിയുടെ അടുത്തേക്ക് എത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയാണ് അല്ലേ? കുറേശ്ശെ ആ ഒരു കുട്ടിയുടെ അടുത്ത് ഇടപഴകി ആ ഒരു അവസ്ഥയിലേക്ക് കഥ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ രാജാവിനെ വിളിക്കുന്നു. രാജാവ് നേരെ ആ കുട്ടിയുടെ അരികിലേക്ക് എത്തുന്നു. രാജാവ് അങ്ങനെ തന്നെ, ശരി അങ്ങനെ തന്നെ ചെയ്യാം, അടുത്ത് ചെന്ന് പുഞ്ചിരിയോട് കൂടി നേരെ കുട്ടിയുടെ അടുത്ത് ചെന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടോ മഹർഷി ബാലക, തെറി കാട്ടിയാശ്രമ വിരുദ്ധ വൃത്തിനി ചെറുപാമ്പു ചന്ദനമരത്തിനെന്ന പോൽ വെറുതെ വിശുദ്ധതര സത്വ സൗമ്യമാം പിറവിക്കു ദോഷമുളവാക്കി വയ്ക്കൊല. തെറി കാട്ടി ആശ്രമ വിരുദ്ധ വൃദ്ധിനി ചെറുപാമ്പ് ചന്ദനമരത്തിനെന്ന പോൽ. തെറി കാട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? തെറി കാട്ടുക, കുസൃതി കാണിക്കുക. തെറി കാട്ടി ആശ്രമ വിരുദ്ധ വൃത്തിനി, ആശ്രമത്തിന് യോജിക്കാത്ത പ്രവൃത്തി നീ ചെയ്യരുത് എന്നാണ്. കുസൃതി കാണിച്ച് നിന്റെ ഈ കുസൃതി തരങ്ങളിലൂടെ ആശ്രമ വിരുദ്ധമായ പ്രവൃത്തി നീ ചെയ്ത്, അടുത്ത വരി നോക്കൂ. വെറുതെ വിശുദ്ധതര സത്വ സൗമ്യമാം പിറവിക്ക് ദോഷമുളവാക്കി വയ്ക്കല. വെറുതെ വിശുദ്ധതര സത്വ സൗമ്യമാം, വിശുദ്ധതരവും സത്വസൗമ്യം, സത്വങ്ങളോട്, ജീവികളോട്, പ്രാണികളോട് സൗമ്യത കാണിക്കുന്നതുമായ പിറവിക്ക്, ജന്മത്തിന്, സന്യാസ ജന്മത്തിന്, മഹർഷി ജീവിതത്തിന്, മഹർഷി കുലത്തിന് നീ ദോഷമുളവാക്കി വെക്കല. ഏതുപോലെ? ചെറുപാമ്പ് ചന്ദനമരത്തിനെന്ന പോൽ. ചെറിയ പാമ്പ് ചന്ദനമരത്തിനെന്നതുപോലെ. അപ്പൊ ഇനി ഒരിക്കൽ കൂടി ഞാൻ പറയാം, എന്നിട്ട് എന്നെ പിന്നെ പറയാം. നീ കുസൃതി കാണിച്ച് ആശ്രമ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്ത് വെറുതെ വിശുദ്ധവും പ്രാണികളോട് സൗമ്യത കാണിക്കുന്നതുമായ സന്യാസ ജീവിതത്തിന് അല്ലെങ്കിൽ മഹർഷി വംശത്തിന് നീ ദോഷം ഉണ്ടാക്കരുത്. ഏതുപോലെ? ചെറുപാമ്പ് ചന്ദനമരത്തിനെന്ന പോൽ. ചെറിയ പാമ്പ് ചന്ദനമരത്തിൽ എന്നതുപോലെ. അതായത് ചന്ദനമരം അറിയാമല്ലോ, ചന്ദനമരം തണുപ്പുള്ളതും കുളിർമയുള്ളതും ശ്രേഷ്ഠതയുള്ളതുമൊക്കെയാണ്. വിശുദ്ധവും സൗമ്യവുമാണ് ചന്ദനമരം എന്ന് പറയുന്നത്. വിശുദ്ധവും സൗമ്യവുമായ ചന്ദനമരത്തിൽ ഒരു പാമ്പ്, ചെറുപാമ്പ്, ഒരു പാമ്പിൻ ശിശു അല്ലെങ്കിൽ സർപ്പ ശിശു ഇങ്ങനെ അതിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? ആ ചന്ദനമരത്തിലേക്ക് നമ്മൾ അടുക്കുവോ? ചന്ദനമരത്തിന് സൗമ്യവും വിശുദ്ധവുമായ മരമാണെങ്കിലും പാമ്പ് അതിൽ കിടന്നാൽ നമ്മൾ അകന്നു നിൽക്കുകയുള്ളൂ. അങ്ങനെ ഇവിടെയും ആശ്രമം എന്ന് പറയുന്നത് വിശുദ്ധവും സൗമ്യവും ഒക്കെയാണ്. വിശുദ്ധവും സൗമ്യവുമായ ഈ ആശ്രമത്തിനെ നീ
കളങ്കമായ ഏതുപോലെ ചന്ദനമരത്തിന് ചെറുപാമ്പ് എന്നതുപോലെ നീ ദോഷമുണ്ടാക്കരുത്. ആശ്രമ വൃത്തിക്ക് മഹർഷി വംശത്തിന് ദോഷമുണ്ടാക്കി വെക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ അത് ഒന്നുകൂടി പറയാം. ശുദ്ധവും സൗമ്യവുമായ ചന്ദനമരത്തെ ചെറുപാമ്പ് എന്നതുപോലെ കുസൃതി കാണിച്ച് മഹർഷി വംശത്തെ നീ ദുഷിപ്പിക്കരുത് എന്നാണ്. മനസ്സിലായോ? ഒരിക്കൽ കൂടി അത് നോക്കാം. ശുദ്ധവും സൗമ്യവുമായ ചന്ദനമരത്തിന് ചെറുപാമ്പ് എന്നതുപോലെ കുസൃതി കാണിച്ച് വിശുദ്ധവും പ്രാണികളോട് സൗമ്യത കാണിക്കുന്നതുമായ ആശ്രമ ജന്മത്തിന് മഹർഷി വംശത്തിന് നീ ദോഷം ഉണ്ടാക്കരുത് എന്നാണ്. മനസ്സിലായില്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ചോദ്യം ഉണ്ടാവാം. ചന്ദനം, ചെറുപാമ്പ് എന്നിവ സാദൃശ്യത്തിന് എത്രത്തോളം യോജിക്കുന്നുണ്ട് പരിശോധിക്കുക എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ അത് എഴുതാൻ പറ്റുമല്ലോ, എഴുതിക്കൊള്ളുക. ശരി, എന്നാൽ അടുത്തത് ബാക്കി നോക്കാം. താപസി: ഭദ്ര, ഇവൻ മഹർഷി ബാലനല്ല. അപ്പൊ രാജാവ് പറഞ്ഞത് നീ മഹർഷി വംശത്തിൽ പിറന്ന ആണ് നിന്റെ ജന്മം, അത് നീ മോശമാക്കരുത് എന്നാണ്. ഉടനെ താപസി തിരുത്തി: അല്ലയോ രാജാവേ, ശ്രേഷ്ഠ, ഭദ്ര ശ്രേഷ്ഠ, ഇദ്ദേഹം ഇത് മഹർഷി ബാലനല്ല, ഇത് മഹർഷിയുടെ പുത്രനല്ല രാജാവ്. അതിവന്റെ ആകൃതിക്ക് ചേർന്ന പ്രകൃതി കൊണ്ട് തന്നെ അറിയാം. സ്ഥലഭേദം കൊണ്ട് ഞാൻ ശങ്കിച്ചു പോയതാണ്. ആകൃതി, രൂപം, പ്രകൃതി, സ്വഭാവം. അപ്പോ ഇവിടെ ഇവന്റെ ആകൃതിക്ക് ചേർന്ന പ്രകൃതി കൊണ്ട് തന്നെ ഇവൻ മഹർഷി ബാലനല്ല എന്ന് മനസ്സിലായി. പക്ഷെ സ്ഥലഭേദം കൊണ്ട് ഞാൻ ശങ്കിച്ചു പോയതാണ്. അതായത് സ്ഥല വ്യത്യാസം കൊണ്ട്. അപ്പൊ ഇപ്പൊ ആശ്രമത്തിലല്ലേ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ മറ്റാരും കടന്നു വരാവുന്നതല്ലല്ലോ. മഹർഷി ഇവിടെ നിൽക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ആശ്രമത്തിൽ വളരുന്ന കുട്ടി, ആശ്രമത്തിലെ കുട്ടിയായിരിക്കണം എന്ന ചിന്ത കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. പറഞ്ഞതുപോലെ ബാലനെ വിലക്കിയിട്ട് അവന്റെ സ്പർശന സുഖം അനുഭവിച്ച് വിചാരം. എന്നിട്ട് അങ്ങനെ അവനെ വിലക്കിയതിനു ശേഷം അവനെ ഒന്ന് സ്പർശിക്കുന്നു. അല്ലെങ്കിൽ കുട്ടിയെ ഇങ്ങനെ വിലക്കി അവനെ പിടിച്ചു മാറ്റിയപ്പോൾ അവനെ സ്പർശിച്ചപ്പോൾ ഒരു വല്ലാത്ത ഒരു സുഖം, ഒരു സ്പർശന സുഖം രാജാവിനൊരു വല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു. ഒരു സ്വന്തം മകനെ തൊട്ടുമ്പോൾ അനുഭവിക്കുന്ന ഒരു സുഖം രാജാവ് അനുഭവിക്കുന്നു എന്നാണ്. എന്നിട്ട് നോക്കൂ, അടുത്ത ശ്ലോകം നോക്കൂ. ഗോത്രാദി ഒന്നുമറിയാതെനിക്കിവന്റെ ഗാത്രങ്ങളിൽ തൊടുകയാൽ സുഖമിത്രമാത്രം. എത്രയ്ക്കു വേണം ഇവനെ പ്രതിപത്തിയോടെ പുത്രത്വമോർത്തു പുണരുന്നൊരു പുണ്യവാന്. ഗോത്രാദി ഒന്നും അറിയാതെ എനിക്ക് ഇവന്റെ ഗാത്രങ്ങളിൽ തൊടുകയാൽ സുഖം ഇത്രമാത്രം. ഗോത്രം, വംശം, ഇവന്റെ ഗോത്രമൊന്നും ഏതാണ്, ഇവന്റെ കുലം ഏതാണ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതൊന്നും അറിയാതെ തന്നെ ഇവന്റെ ഗാത്രങ്ങളിൽ, ഗാത്രം ശരീരം, ഇവന്റെ ശരീരത്തിൽ ഒന്ന് തൊട്ടപ്പോ എനിക്ക് ഇത്രമാത്രം സുഖം. എനിക്ക് ഇവൻ ഏത് കുലത്തിൽപ്പെട്ടവനാണ്, ഗോത്രാദി, ഗോത്രം ആദിയായവ, ഗോത്രം തുടങ്ങിയവ, ഇതൊന്നും എനിക്കറിയില്ല. ഇവന്റെ ഗോത്രം ഏത് എന്നുള്ളതോ മറ്റ് അച്ഛനാര് അമ്മയാര് മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒന്നും അറിയാതിരുന്നിട്ട് പോലും ഇവന്റെ ശരീരത്തിലൊന്ന് തൊട്ടപ്പോ എനിക്ക് ഇത്രമാത്രം സുഖം തോന്നുന്നു. അങ്ങനെ എനിക്ക് ഇത്രയും സുഖം തോന്നുന്നുവെങ്കിൽ എത്രയ്ക്കു വേണം ഇവനെ പ്രതിപത്തിയോടെ പുത്രത്വം ഓർത്തു പുണരുന്ന ഒരു പുണ്യവാനെ. അങ്ങനെ എനിക്കിത്രയും സുഖം കിട്ടുന്നുവെങ്കിൽ ഇവനെ പ്രതിപത്തിയോടെ, താല്പര്യത്തോടുകൂടി, പുത്രത്വമോർത്ത്, പുത്രൻ എന്നുള്ള ചിന്തയോടുകൂടി പുണരുന്ന ഒരു പുണ്യവാന്, പുണരുന്ന ഒരു ശ്രേഷ്ഠന് എത്രത്തോളം സുഖം അനുഭവിക്കും. ഇവൻ ആരാണ്, ഏത് കുലത്തിലുള്ളവരാണ്, ഇവന്റെ അച്ഛനാര്, ഇവന്റെ അമ്മയാര്, ഒന്നും എനിക്കറിയില്ല. അങ്ങനെ ഒന്നും അറിയാതെ ഇവനെ ഒന്ന് സ്പർശിച്ചപ്പോൾ എനിക്ക് ഇത്രത്തോളം ഒരു സുഖം അനുഭവപ്പെടുന്നുവെങ്കിൽ ഇവൻ സ്വന്തം പുത്രനാണ് എന്ന വിചാരത്തോടുകൂടി ഇവനെ ആലിംഗനം ചെയ്യുന്ന ഒരു പിതാവിന് എത്രത്തോളം സുഖം അനുഭവപ്പെടും എന്നുള്ളതാണ്. എനിക്ക് എത്രയും തോന്നുമെങ്കിൽ മറ്റാളിന് എത്രത്തോളം ഉണ്ടാകും, യഥാർത്ഥ പിതാവിന് എത്രത്തോളം ഉണ്ടാകും എന്നാണ്. മനസ്സിലായല്ലോ ശ്ലോകം? ശരി, എന്നാ ബാക്കി നോക്കൂ. താപസി രണ്ടുപേരെയും നോക്കി ആശ്ചര്യം. അപ്പൊ താപസി രണ്ടുപേരും ഇങ്ങനെ മാറി മാറി താപസി നോക്കുകയാണോ. ആശ്ചര്യം അത്യാവശ്യം ഭയങ്കരമായ ആശ്ചര്യം ഇങ്ങനെ ഭയങ്കരമായിരിക്കുന്നു.
അത്ഭുതകരമായ ആശ്ചര്യം എന്ന്. അതുകൊണ്ട് ആശ്ചര്യം എന്ന് പറയുന്നത്. രാജാവ് എന്താണ് അങ്ങനെ പറയുന്നത്? അങ്ങേക്ക് ഇവനും ചായ നന്നെ യോജിച്ച് കണ്ടതിനാൽ എനിക്ക് വിസ്മയം തോന്നിയാണ്. അങ്ങയുടെ ചായയും ഇവന്റെ ചായയും തമ്മിൽ വളരെയധികം യോജിക്കുന്നു, രണ്ടുപേരും ഒന്നുപോലെ ആണ് എന്നാണ്. അതുകൊണ്ട് എനിക്ക് എങ്ങനെ തോന്നിയതാണ്. മാത്രമല്ല, മുൻപരിചയമില്ലെങ്കിൽ അങ്ങേക്ക് ഇവൻ വഴിപ്പെടുകയും ചെയ്തു. അത് മാത്രമല്ല, നോക്ക്, നിങ്ങൾ രണ്ടുപേരുടെയും ചായ നന്നായി യോജിച്ചതാണ്. അത് മാത്രമല്ല, അങ്ങ് പറഞ്ഞപ്പോൾ തന്നെ ഇവൻ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. രാജാവ് ബാലനെ ലാളിച്ചുകൊണ്ട്, ആര്യെ, മുനികുമാരൻ അല്ലെങ്കിൽ ഇവന്റെ കുലം ഏതാണ്? അപ്പോ ബാലനെ കളിപ്പിച്ചുകൊണ്ട് തന്നെ, ലാളിച്ചുകൊണ്ട് തന്നെ, ആര്യ ശ്രേഷ്ഠ, അല്ലയോ ശ്രേഷ്ഠേ, ഇവൻ മുനികുമാരനല്ല എങ്കിൽ ഇവന്റെ കുലം ഏതാണ്? ഇവൻ ഏത് വംശത്തിൽ പിറന്നതാണ്? താപസി, പുരുവംശമാണ്. പുരുവംശം അല്ലെങ്കിൽ പുരുവംശത്തിൽ പിറന്നതാണ്. ആരാ പുരുവംശം ചന്ദ്രവംശത്തിൽ പിറന്ന പുരൂരവസിന്റെ പിന്തുടർച്ചാവകാശിയാണ്. ചന്ദ്രവംശ രാജാവായ പുരൂരവസിന്റെ വംശമാണ് ഏത്? പുരുവംശത്തിൽ പിറന്നവനാണ് ഇവൻ. രാജാവ് വിചാരം, എന്റെ വംശം തന്നെയോ? രാജാവും ഏത് വംശത്തിൽ തന്നെയാണ്? പുരുവംശം. എന്റെ വംശത്തിൽ തന്നെയാണോ അവൻ പറഞ്ഞത്? അതാണ് ഇവൻ എന്റെ ചായ ഉണ്ടെന്ന് താപസിമാർക്ക് തോന്നിയത്. പൗരവന്മാർക്ക് ഇങ്ങനെ അന്ത്യമായ കുലവ്രതമുണ്ടല്ലോ, അതാണ് എന്റെ തന്നെ വംശമാണ്, അതുകൊണ്ടാണ് ഇവർക്ക് എന്ത് ചെയ്തത്, ഇങ്ങനെ തോന്നിയത്. പിന്നെയോ പൗരവന്മാർക്ക്, പുരുവംശത്തിൽ പിറന്നവർക്ക്, പുരുവംശ രാജാക്കന്മാർക്ക് അന്ത്യമായ കുലനിഷ്ഠയുണ്ട്. എന്ത് കുലനിഷ്ഠയാണുള്ളത്? ധരണീ ഭരണത്തിനായി മുന്നം പുരുസൗധങ്ങളിൽ വാണതിന്റെ ശേഷം തരുമൂല ഗൃഹസ്ഥരായി ചരിപ്പു പുരുവംശോത്ഭവരേക പത്നിയോടെ. ധരണീഭരണത്തിനായി ഭൂമി ഭരിക്കുന്നതിന് വേണ്ടി പുരുസൗധങ്ങളിൽ, ഇവിടെ പുരു എന്ന് പറഞ്ഞാൽ വലിയ എന്നർത്ഥം, പുരുസൗധങ്ങളിൽ വലിയ കൊട്ടാരങ്ങളിൽ താമസിച്ചതിനു ശേഷം തരുമൂല ഗൃഹസ്ഥരായി ചരിപ്പു. തരു വൃക്ഷം, മൂലം വേര്. ഇപ്പൊ ഇവിടെ തരുമൂലം എന്ന് പറഞ്ഞാൽ വൃക്ഷച്ചുവടുകൾ എന്നാണ്. വൃക്ഷച്ചുവടുകളെ ഗൃഹമാക്കി സഞ്ചരിക്കുന്നു. പുരുവംശോദ്ഭവർ ഏകപത്നിയോടെ, പുരുവംശ രാജാക്കന്മാർ ഏകപത്നിയോടുകൂടി. അതായത് പുരുവംശത്തിൽ പിറന്ന രാജാക്കന്മാർ ഭരണം നടത്തി അവസാനം ഈ രാജ്യഭരണത്തെ അവകാശികളെ ഏൽപ്പിച്ചതിനു ശേഷം അന്ത്യകാലഘട്ടം വനത്തില് എന്ത് ചെയ്യാണ്? സ്വന്തം ഭാര്യയോടൊപ്പം വനത്തിൽ വന്ന് സന്യാസ ജീവിതം നയിച്ച് കഴിച്ചുകൂട്ടുന്നു എന്നാണ്. അപ്പോ ഏകപത്നി വ്രതത്തോടുകൂടി, ഏകപത്നി ആയിട്ട്, എന്തുകൊണ്ടാ ഏകപത്നി എന്ന് പറയുന്നത്? രാജാക്കന്മാർക്ക് ഒരുപാട് ഭാര്യമാരുണ്ട്. ഇപ്പൊ ധർമ്മപത്നിയുമായിട്ട് ഇവിടെ വന്ന് എന്ത് ചെയ്യാം? സന്യാസ ജീവിതം നയിക്കാം എന്നൊരർത്ഥം എടുക്കാം. ഇനി മാത്രമല്ല, മറ്റു തരത്തിൽ പറഞ്ഞാൽ രാജാവിന്റെ ആദ്യ ഭാര്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ ഭാര്യ എന്ന് പറയുന്നത് രാജ്യമാണ്, ഭൂമിയാണ്. ഭൂമി നാഥൻ എന്നാണ് പറയുന്നത്, അല്ലെ? ഭൂമിയുടെ നാഥൻ എന്നാണ്, ഭൂമിപതി എന്നാണ് രാജാവിനെ പറയുന്നത്. ഭൂമിപതി എന്നൊക്കെ. അപ്പോ ഭൂമിയുടെ നാഥൻ, ഭൂമിയുടെ ഭർത്താവ് ആണ്. അപ്പോൾ ആ ആദ്യത്തെ ഭാര്യ എന്ന ഭൂമിയെ അവകാശികളെ ഏൽപ്പിച്ച ശേഷം തിരിച്ചെന്ത് ചെയ്യുന്നു? അടുത്ത പത്നിയോടുകൂടി, രണ്ടാമത്തെ ഭാര്യ വിവാഹം കഴിക്കുന്ന പത്നിയാണ്. ആ ഭാര്യയോടൊപ്പം സന്യാസ ജീവിതം നയിച്ച് ആശ്രമ ജീവിതം നയിച്ച് കഴിഞ്ഞുകൂടുന്നവരാണ് എന്നാണ്. അപ്പോൾ ആ ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഭരണത്തിന് വേണ്ടി, ധരണീ ഭരണത്തിനായി ആദ്യം വലിയ കൊട്ടാരങ്ങളിൽ വസിച്ചതിനു ശേഷം അവസാന കാലങ്ങളിൽ തരുമൂല ഗൃഹസ്ഥരായി വൃക്ഷച്ചുവടുകളെ ആശ്രയിച്ച്, അല്ലെങ്കിൽ വൃക്ഷച്ചുവടുകളെ ഗൃഹമാക്കി കണ്ട് ജീവിച്ചു പോവുകയാണ് വംശോദ്ഭവർ, പുരുവംശ രാജാക്കന്മാർ ചെയ്യുന്നത്. ഏക ഭാര്യ, തന്റെ ഏകപത്നി വ്രതം അനുഷ്ഠിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തന്റെ പട്ടമഹിഷിയുമായിട്ട് അങ്ങനെ ഉള്ള ജീവിതമാണ് നയിക്കുന്നത് എന്നാണ്. അപ്പോൾ അടുത്ത് നോക്ക്. എന്നിട്ട് വെളിവായിട്ട്, അപ്പൊ ഇതുവരെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച രാജാവ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്ത് ഉറക്കെ ഇങ്ങനെ പറയുകയാണ്, മനുഷ്യർക്ക് ബോധിച്ചതുപോലെ കടന്നു വരാവുന്ന സ്ഥലമല്ലല്ലോ ഇത് എങ്ങനെയാണ് ഈ കുട്ടി ഇവിടെ എത്തിയത്? കാരണം മനുഷ്യർക്ക് ബോധിച്ചതുപോലെ കടന്നു വരാൻ, ആർക്കും ഇങ്ങനെ പെട്ടെന്ന് ചാടിക്കയറി വരാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഈ ആശ്രമം.
അങ്ങനെ ആയിരുന്നുവെങ്കിൽ രാജാവ് നേരെ ഞാൻ രാജാവാണ് എന്ന് പറഞ്ഞ് നേരെ ആശ്രമത്തിൽ ചാടിക്കയറി പോകാമല്ലോ. അങ്ങനെയല്ലല്ലോ ഇവിടെ സംഭവിച്ചത്. ഇവിടെ വന്നിട്ട് എന്താ ചെയ്യുന്നത്? മാതലി അനുവാദം ചോദിക്കാൻ, മാരീച മഹർഷിയോട് അനുവാദം ചോദിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അല്ലേ? അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത്. നമ്മൾ ആദ്യം കണ്ടല്ലോ, ഓർമ്മയുണ്ടോ? അപ്പോ ഇവിടെ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചാടിക്കയറി വരാവുന്ന ഒരു സ്ഥലമല്ലല്ലോ ഇവിടെ. താപസി, അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അപ്സര സംബന്ധം കൊണ്ട് ഈ ബാലന്റെ മാതാവ് ദേവഗുരുവായ കാശ്യപന്റെ ഈ ആശ്രമത്തിൽ ഇവനെ പ്രസവിച്ചു. അങ്ങ് പറഞ്ഞത് ശരി തന്നെ. പിന്നെ എങ്ങനെ ഇവിടെ എത്തിയത്? അപ്സര സംബന്ധം കൊണ്ട്, അപ്സരസുമായുള്ള ബന്ധം കൊണ്ട്. അത് അപ്സരസുമായിട്ടുള്ള മേനകയുടെ പുത്രിയാണ് ഇവന്റെ അമ്മ. ആ ഒരു ബന്ധമുള്ളത് കൊണ്ട് എന്തു പറ്റി? ഈ ബാലന്റെ മാതാവ്, ഈ ബാലന്റെ അമ്മ ദേവഗുരുവായ കാശ്യപന്റെ ഈ ആശ്രമത്തിൽ ഇവനെ പ്രസവിച്ചു. ദേവഗുരുവായിട്ടുള്ള കാശ്യപന്റെ ആശ്രമത്തിൽ വന്ന് ഇവനെ ഇവിടെ പ്രസവിക്കുകയായിരുന്നു ചെയ്തത്. എന്താ അത് അപ്സരസുമായുള്ള ബന്ധമല്ല, പെട്ടെന്ന് ചാടിക്കയറി വരാൻ പറ്റുന്നതല്ല. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ ഒക്കെ ഇങ്ങനെ ഒരു നാടകീയത ഉണ്ടായിക്കൊണ്ട് വരികയാണ്. രാജാവിന് ഈ കുട്ടിയെ കണ്ടപ്പോൾ പുത്രസ്നേഹം തോന്നുന്നു, കുറെ ഇങ്ങനെ ഇത് ആര് എന്നുള്ള ശങ്ക. അത് കഴിഞ്ഞിട്ട് ഇത് തന്റെ തന്നെ വംശത്തിലാണ് എന്നറിയുന്നു അല്ലേ? ഇവനോട് വല്ലാത്ത പുത്രസ്നേഹം തോന്നുന്നുണ്ട്. അതെന്തിനാണ് എന്നുള്ള ഒരവസ്ഥ, ആ ഒരു നാടകീയത ഇങ്ങനെ വരികയാണ്. എന്നിട്ടോ അതിനുശേഷം രാജാവിനെ തന്റെ തന്നെ വംശത്തിൽ പറഞ്ഞയാളാണെന്ന് മനസ്സിലായി. ഈ കുട്ടി വംശവും തന്റെ വംശവും ഒന്ന് തന്നെയാണെന്ന് അറിഞ്ഞു. ഇനി ഇതാരുടെ മകനാണ് എന്നറിയണം അല്ലേ? ആ ഒരു അവസ്ഥയിലേക്ക്. അപ്പോൾ ആ ഒരു രാജാവിലേക്ക് ഇങ്ങനെ ആകാംക്ഷ ഇങ്ങനെ കൂടി വരികയാണ് എന്നാണ്. നോക്കൂ, രാജാവ് വിചാരം എന്റെ ആശയ്ക്കൊരു താങ്ങും കൂടിയായി. കാരണം രാജാവിന് മനസ്സിലായി, അപ്സര സംബന്ധം കൊണ്ടുവന്നുവെങ്കിൽ അത് ശകുന്തളയുടെ മകൻ തന്നെയാവാം. ഇവൻ കുരുവംശത്തിൽ പറഞ്ഞവനാണല്ലോ, ഇവൻ എന്റേതായ ഛായയും ഉണ്ടല്ലോ. അപ്സരസിന്റെ ബന്ധമുള്ളത് ശകുന്തളയ്ക്കുമാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ ആഗ്രഹത്തിനൊരു താങ്ങലും കൂടിയായി. പരീക്ഷയ്ക്കൊരു ചോദ്യമുണ്ട് ഇവിടെ, സന്ദർഭവും ആശയവും ഒക്കെ എഴുതാൻ വേണ്ടി ചോദിക്കാം അല്ലേ? എൻ്റെ ആശയ്ക്കൊരു താങ്ങലും കൂടിയായി, സന്ദർഭവും ആശയവും വിശദമാക്കുക എന്ന് പറയാൻ ചോദിക്കാം വെളിവായിട്ട്. അപ്പൊ ഇത് മനസ്സിൽ വിചാരിക്കണം. എന്നിട്ട് ചോദിക്കുക, എന്നാൽ ആ ശ്രീമതിയുടെ ഭർത്താവായ രാജർഷിയുടെ പേരെന്താണ്? നമുക്ക് അങ്ങനെയെങ്കിൽ പറ, ആ ശ്രീമതിയുടെ ഭർത്താവായ രാജർഷി രാജാവിനെ പോലെ ഭരിക്കുകയും ഋഷിയെ പോലെ ജീവിക്കുകയും ചെയ്യുന്നയാൾ. അതാണ് രാജർഷി എന്ന് പറയുന്നത്. രാജാവിനെ പോലെ ഭരിക്കുകയും ഋഷിയെ പോലെ ജീവിക്കുകയും ചെയ്യുന്നയാളിനെയാണ് രാജർഷി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ രാജർഷിയുടെ പേരെന്താണ്? നമുക്കിവിടെ ഇവന്റെ അമ്മയുടെ പേരെന്ത് എന്ന് ചോദിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാത്തത്? കാരണം ഒരു അന്യ സ്ത്രീയെക്കുറിച്ച് സംസാരിക്കുന്നത്, അന്വേഷിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് അമ്മയെ ചോദിക്കുന്നില്ല. ഇവന്റെ അച്ഛൻ ആരാണ് എന്നുള്ള ഇതിൽ ആ ശ്രീമതിയുടെ ഭർത്താവിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചത്. താപസി, ധർമ്മപത്നി ഉപേക്ഷിച്ച് അയാളുടെ നാമധേയം ആരുച്ചരിക്കും? അയാളുടെ പേര് ആര് പറയും? ധർമ്മപത്നിയെ ഉപേക്ഷിച്ച ആളാണ്. കാരണം അങ്ങനെ സ്വന്തം ഭാര്യ ഉപേക്ഷിക്കുന്ന ഒരാളിന്റെ പേര് പോലും പറയാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. താപസിമാര് പോലും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. പിന്നല്ലേ മറ്റുള്ളവരുടെ കാര്യം. അവരുടെ പേര് ആര് ഉച്ചരിക്കും? രാജാവ് വിചാരം, ഈ പറയുന്നത് എന്നെ തന്നെ ഉദ്ദേശിച്ചായിരിക്കണം. ഇത് പറയുന്നത് എന്നെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ്. കാരണം ഇത് ചിന്തിക്കുമ്പോൾ ധർമ്മപത്നി ഉപേക്ഷിച്ചത് ഞാൻ തന്നെയാണ്. ഈ കുട്ടിയുടെ അമ്മയുടെ പേര് ചോദിച്ചാലോ? അല്ലെങ്കിൽ പരസ്ത്രീ പ്രസംഗം ശരിയല്ല. എങ്കിൽ പിന്നെ അവന്റെ അമ്മയുടെ പേരെന്താണെന്ന് ചോദിക്കാം. പക്ഷെ വേണ്ട. കാരണം എന്താ? ഒരു അന്യ സ്ത്രീയെ കുറിച്ച് ചോദിക്കുന്നത് ശരിയല്ല. പരസ്ത്രീകളെ കുറിച്ച് അന്വേഷിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് പരസ്ത്രീ പ്രസംഗം ശരിയല്ലാത്തതുകൊണ്ട് അത് അന്വേഷിക്കുന്നില്ല. ഒന്നാം താപസി പ്രവേശിച്ച് മയിലിനെ ആടുന്ന ഭാവത്തിൽ പിടിച്ചുകൊണ്ട്, സർവദമന ഇതാ ശകുന്തലാസ്യം നോക്കൂ. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടില്ലേ, മയിലിനെ എടുക്കാൻ മാർക്കണ്ഡേയന്റെ മൺമയിലിനെ എടുക്കാൻ വേണ്ടി താപസി പോരുന്നില്ലേ? ആ താപസി മയിലിനെയും എടുത്തുകൊണ്ടുവന്നു അതിനിങ്ങനെ ആടുന്ന ഭാവത്തിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ആടുന്ന ഭാവത്തിൽ പിടിച്ചിട്ട്, സർവദമന ഈ ശകുന്തലാസ്യം നോക്കൂ. ശകുന്തം മയിൽ, ശകുന്തലാസ്യം മയിലിന്റെ നൃത്തം. ഇതാ നോക്ക്, ഇത് മയിലിന്റെ നൃത്തം ഒന്ന് നോക്കൂ. ബാലൻ ചുറ്റും നോക്കിയിട്ട്, അമ്മ ഇവിടെ ഇല്ലല്ലോ. എന്താ ചുറ്റും ഇങ്ങനെ നോക്കണം? എന്താ അമ്മയെ കണ്ടില്ലല്ലോ, അമ്മ ഇവിടെ ഇല്ലല്ലോ. അപ്പോ ഇവിടെ ശകുന്തലാസ്യം എന്ന് പറഞ്ഞത് കുട്ടി എന്താ കേട്ടത്? ശകുന്തള ആസ്യം, ശകുന്തളയുടെ ആസ്യം മുഖം എന്നാണ്. അപ്പൊ ഇവിടെ ശകുന്തലാസ്യം എന്നാണ് പറഞ്ഞത്. ശകുന്ത പക്ഷിയുടെ മയിലിന്റെ ലാസ്യം, നൃത്തം എന്നാണ് താപസി പറഞ്ഞത്. പക്ഷെ കുട്ടി കേട്ടതോ ശകുന്തളയുടെ ആസ്യം, ശകുന്തളാസ്യം എന്നാ കേട്ടത്. ശകുന്തളയുടെ മുഖം എന്നാണ് ചോദിച്ചത്. അമ്മ എവിടെ ഇല്ലല്ലോ.
താപസി ചിരിച്ചുകൊണ്ട് മാതൃവത്സനായ ബാലൻ അർത്ഥം മാറി ധരിച്ചു. അമ്മയോട് വളരെയധികം വാത്സല്യമുള്ളവൻ പെട്ടെന്ന് അവൻ കേട്ടത് മാറി ധരിച്ചാണ്, തെറ്റിദ്ധരിച്ചതാണ്, അർത്ഥം മാറി ഗ്രഹിച്ചതാണ്. രണ്ടാം താപസി, വത്സ മയിലാടുന്നത് നോക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. കുട്ടി, ഞാൻ പറഞ്ഞത് നിന്റെ അമ്മയുടെ മുഖം നോക്കൂ എന്നല്ല, മറിച്ച് മയിൽ നൃത്തം ചെയ്യുന്നത് നോക്കൂ എന്നാണ് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് തീർക്കാം. ഞാൻ ഇവിടെ പറഞ്ഞ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് കാവ്യഭംഗി എഴുതാൻ വേണ്ടി പറഞ്ഞു. ഏതാ കളിക്കോപ്പേൽക്കാനായി കുതുകമോട് നീട്ടിയിടിന കരം എന്ന് പറഞ്ഞിട്ട് ആ ശ്ലോകത്തിലെ കാവ്യഭംഗി എഴുതാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ചന്ദനം, ചെറുപാമ്പ് എന്നീ പ്രയോഗങ്ങളുടെ സാദൃശ്യത്തിന്റെ ഭംഗി പരിശോധിക്കുക എന്ന് പറഞ്ഞു. സാദൃശ്യം എത്രത്തോളം യോജിക്കുന്നുണ്ട് അല്ലെങ്കിൽ സാദൃശ്യങ്ങളുടെ ഭംഗി പരിശോധിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ 2 ക്വസ്റ്റ്യനും എഴുതി വയ്ക്കണം. നമുക്കിന്ന് സൂം ക്ലാസ്സിൽ അതേക്കുറിച്ച് ചർച്ച ചെയ്യാം. ശരി.